അൾത്താരയുടെ താഴെയാണ് വിശുദ്ധ പത്രോസിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. ആ പ്രധാന അൾത്താരയുടെ മുന്നിൽ നിന്നും താഴേക്ക് രണ്ട് വശങ്ങളിലേക്കുമായിട്ട് സ്റ്റെപ്പുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രദക്ഷിണത്തിനുള്ള വലിയ നിരയോട് ചേർന്ന് അതിന്റെ കവാടത്തിൽ നമുക്ക് പൗരസ്ത്യ സഭാ പിതാക്കന്മാരെ കാണാം. കർദിനാൾ ക്ലിമിസ് ബാവ തിരുമേനിയെ നമുക്ക് മുമ്പ് കണ്ടത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. മറ്റ് പൗരസ്ത്യ സഭാ പിതാക്കന്മാരുമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ മാർപ്പാപ്പ ആ പ്രദക്ഷിണത്തിന്റെ ഏറ്റവും അവസാനം മറ്റ് സഹശുശ്രൂഷകരോടൊപ്പം ഈ പത്രോസിന്റെ കല്ലറയിലേക്ക് നടന്നെടുക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. മാർപ്പാപ്പ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിലേക്ക് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തേക്ക് അത് അവർ ഇറങ്ങി തുടങ്ങി. പടവുകൾ ഇറങ്ങി തുടങ്ങി. ാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. വിശുദ്ധ പത്രോസിനോട് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്ന ഗാനം. വിശുദ്ധ പത്രോസിന്റെ കബറിൽ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. പത്രോസിന്റെ പിൻഗാമികളായുള്ളവരാണ് മാർപ്പാപ്പമാർ. അങ്ങനെ 266ാമത്തെ മാർപ്പാപ്പയായി ലെയോ 14. ഇപ്പോഴേ പത്രോസിന്റെ കബറിടത്തിൽ ധൂപാർപ്പണം നടത്തുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് പൗരസ്ത്യ സഭ പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ വിശേഷ ഗ്രന്ഥം, അതോടൊപ്പം തന്നെ പാലിയം, ഉക്കുവന്റെ മോതിരം ഇവ മുകളിലേക്ക് അവയുമായി ഡീക്കന്മാർക്ക് തന്നെ പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ലെയോ 14 മാർപ്പാപ്പയും മുകളിലേക്ക് പോവുകയാണ്. കർദിനാൾമാർ മുൻനിരയിൽ നടക്കും. പിന്നീട് പാത്രിയാർക്കിസ്മാർ, ഏറ്റവും ഒടുവിലായി ലെയോ 14 മാർപ്പാപ്പയും സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലേക്ക് വിശ്വാസികളെ അഭിമുഖീകരിക്കുന്ന ഇടത്തിലേക്ക് ഇപ്പോൾ പ്രദക്ഷിണമായി അവർ അവിടേക്ക് പോവുകയാണ്. നമുക്ക് മുൻ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം പ്രദക്ഷിണം തുടങ്ങും. ഇപ്പോൾ വീണ്ടും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന അൾത്താരയാണ് കാണുന്നത്. ഇവിടേക്കാണ് ഈ പടികൾ കയറി മാർപ്പാപ്പയും പൗരസ്ത്യ സഭകളുടെ തലവന്മാരും എത്തുന്നത്. വത്തിക്കാൻ ചത്തുരത്തിലെ ബലിപീഠത്തിലേക്കുള്ള പ്രദക്ഷിണം തുടങ്ങിക്കഴിഞ്ഞു. കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ ഓരോ ദിവ്യബലിയും ഇത്തരമൊരു പ്രദക്ഷിണത്തോടെയാണ് തുടങ്ങുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ നിന്നുള്ള പ്രദക്ഷിണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസിലിക്കായുടെ മധ്യഭാഗത്തോടുകൂടി പ്രധാന ശുശ്രൂഷകരും തുടർന്ന് ആർച്ച് ബിഷപ്പുമാർ, അതുപോലെ കർദിനാളന്മാർ, ഏറ്റവും പുറകിലായിട്ട് മാർപ്പാപ്പയ്ക്ക് തൊട്ടു മുന്നിലായി പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും, അതിനുശേഷം പരിശുദ്ധ ലെയോ 14 മാർപ്പാപ്പ തന്റെ ശ്ലൈഹിക ശുശ്രൂഷ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലമായ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പ്രദക്ഷിണമായി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. കോൺക്ലേവിൽ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്നു, അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി തന്നെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. എന്നാൽ ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഔദ്യോഗികമായി ആ ശുശ്രൂഷ പരസ്യമായ തന്റെ വിശുദ്ധ കുർബാന അർപ്പണത്തോടുകൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ബസിലിക്കകൾ, സെന്റ് പോൾസ് ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക, മേരി പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള മേജർ ബസിലിക്ക, ഇവയുടെ എല്ലാം ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കുന്നത് 25-24 ദിവസങ്ങളിലാണ്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കൂടിയിരിക്കുന്ന വലിയൊരു ജനാവലിയാണ് നാം കാണുന്നത്. വിവിധ രാഷ്ട്രത്തലവന്മാര് ഒരു വശത്തും സഹകാർമ്മികരായി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മറ്റ് ബിഷപ്സും വൈദികരും അടങ്ങുന്ന ഒരു വലിയ നിരയും മുന്നിൽ കാണാം. ഇപ്പോൾ ഈ പ്രൊസഷൻ, ഈ പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കുള്ള പ്രധാന കവാടത്തിന് സമീപം എത്തിയിരിക്കുന്നു. ഈ കവാടത്തിലൂടെയാണ് അദ്ദേഹം പ്രവേശിച്ചതും ഈ കവാടത്തിലൂടെയാണ് ജനത്തിന് വേണ്ടി തന്റെ ആദ്യത്തെ ബലി അർപ്പിക്കുവാനായിട്ട് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക്, അവിടെ തയ്യാറാക്കിയിരിക്കുന്ന പ്രധാന അൾത്താരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ലയോ 13 മാർപ്പാപ്പയെങ്കിൽ AI അടക്കമുള്ള വെല്ലുവിളികൾ സഭ നേരിടുന്ന കാലഘട്ടത്തിൽ ലയോ 14 എന്ന പേര് തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നപ്പോൾ പഴമയും ആധുനിക കാലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് എന്നതുകൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൂടി വ്യക്തമാകുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ദീർഘകാലത്തെ വൈദിക ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഒരു മിഷണറിയായി ശുശ്രൂഷ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിലെ അവഗണിക്കപ്പെട്ട സമൂഹത്തിന്റെ, കഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ, സാധാരണ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ ചില പശ്ചാത്തലങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹത്തിന്റെ പേര് സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ അത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാപ്പയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വാതിലിലൂടെ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹവും ചത്തുരത്തിലേക്ക്, ബലിപീഠത്തിലേക്ക് എത്തുന്നു. സെന്റ് പീറ്റേഴ്സ് ചത്തുരം നിറഞ്ഞു കവിഞ്ഞ് വിശ്വാസികളാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. വിവിധ രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ച് രാഷ്ട്ര തലവന്മാർ തൊട്ട് താഴെയുള്ള അതുപോലെയുള്ള ഉന്നതരായ ആളുകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ പ്രതിനിധി സംഘവുമുണ്ട്. നമ്മൾ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ഗാനം അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് റോമിൽ പണ്ട് ചക്രവർത്തിമാർ അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് ശേഷം തിരികെ വരുമ്പോൾ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം അവരെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ഒരു ഇമ്പീരിയൽ ട്രഡീഷൻ, ആ ഒരു പരമ്പരാഗത പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയായി കൂടി ഇതിനെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാർപ്പാപ്പമാരുടെയും ഒക്കെ മധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനാ ഗീതമാണ് ആദ്യം ഉയരുന്നത്. ഇപ്പോൾ വിശുദ്ധരോടുള്ള ലത്തീനിയ പാടുന്ന അതേ സമയത്ത് തന്നെ ലയോ 14
പതിനാലാമൻ മാർപ്പാപ്പ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രധാന അൾത്താരയ്ക്ക് ധൂപാർപ്പണം നടത്തുകയാണ്. വിശുദ്ധ കുർബാന ദിവ്യബലി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ബലിപീഠവും അതിന് സമീപം വെച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രത്തിനും അദ്ദേഹം ധൂപാർപ്പണം നടത്തും. ഞാൻ പുറത്തുവിട്ട വിവരമനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ 2 ബൈബിൾ വായന സ്പാനിഷ് ഭാഷയിലാണ്. പിന്നീട് സുവിശേഷം ലത്തീനിലും ഗ്രീക്ക് ഭാഷയിലും വായിക്കും. ഈ 2 ഭാഷകളിൽ എന്തുകൊണ്ടാണ് ഈ ലത്തീനും ഗ്രീക്കും സുവിശേഷ വായനയ്ക്ക് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് വളരെ വളരെ കൃത്യമാണ് വിനു. അതായത് പാശ്ചാത്യ സഭയുടെ ആത്മീയതയും ആരാധനക്രമവും അതിന്റെ പൈതൃകങ്ങളും ലത്തീൻ ഭാഷയിൽ രചിക്കപ്പെടുമ്പോൾ പൗരസ്ത്യ സഭകൾക്ക് അതിന്റെ ആരാധനക്രമവും പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും വ്യത്യസ്തമായ ഭാഷകളിലുണ്ട്. സുറിയാനിയിലുണ്ട്, അതുപോലെ ഗ്രീക്കിലുണ്ട്. ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുന്ന പൗരസ്ത്യ സഭകൾ സുറിയാനി ഭാഷ ഉപയോഗിക്കുന്ന സഭകളെക്കാളും കൂടുതലാണ്, വിശ്വാസികളുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും വിശുദ്ധ ബൈബിൾ വായിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം പത്രോസിന്റെ ശുശ്രൂഷ പാശ്ചാത്യ ലോകത്തിനും പൗരസ്ത്യ ലോകത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നും പരിശുദ്ധ പിതാവ് സകല വിശ്വാസികളെ അവരുടെ ആരാധന വ്യത്യാസവും പൈതൃകങ്ങളുടെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുമ്പോഴും അവരുടെ പൊതുപിതാവായി അദ്ദേഹം ലോകം മുഴുവനും സ്വീകരിക്കപ്പെടുന്നതിന്റെ അടയാളവും അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക ശുശ്രൂഷ, ലൈംഗിക ശുശ്രൂഷ ലോകത്തിന് മുഴുവനും ഉള്ളതാണെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ 2 ഭാഷകളുടെ, പ്രത്യേകിച്ച് സഭയുടെ പാരമ്പര്യത്തിലുള്ള ഈ 2 ഭാഷകളിൽ അത് നൽകപ്പെടുമ്പോൾ അത് വളരെ കൃത്യമാണ് ആ സന്ദേശം. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകരോട് പറയാൻ വത്തിക്കാൻ ഇന്നലെ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ ഈ സുവിശേഷ വായനയ്ക്ക് ശേഷം 3 കർദിനാളന്മാർ മാർപ്പാപ്പയെ സമീപിക്കും. കർദിനാൾമാർ 3 വിഭാഗത്തിൽപ്പെട്ടവരാണ്. കർദിനാൾമാർ ബിഷപ്പുമാരുണ്ട്, കർദിനാൾമാർ പ്രീസ്റ്റ് ഉണ്ട്, കർദിനാൾ ഡീക്കൻ ഉണ്ട്. ഇതിൽ 3 വിഭാഗത്തിൽപ്പെട്ട ഓരോ കർദിനാൾ മാർപ്പാപ്പയുടെ അടുത്തെത്തി അദ്ദേഹത്തെ സ്ഥാനചിഹ്നങ്ങൾ, പാലിയവും മോതിരവും ഒക്കെ ധരിപ്പിക്കും. ആദ്യത്തെ ആൾ അദ്ദേഹത്തെ മോതിരം ധരിപ്പിക്കും, 2ാമത്തെ ആൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കും, 3ാമത്തെ ആൾ പാലിയം നൽകും എന്നൊക്കെയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുപോലെയുള്ള ക്രമമായിരിക്കും നടക്കാൻ പോവുക. വിശുദ്ധ ബലി ആരംഭിക്കുകയാണ്. In nomine Patris et Filii et Spiritus Sancti. Pax vobis. ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് വെള്ളത്തിലൂടെയാണ്. പ്രവാചകന്മാർ ദൈവത്തിനു വേണ്ടി ജനതയുമായി ഉടമ്പടി ചെയ്തത് വെള്ളത്തിലൂടെയാണ്. യോർദാൻ നദിയിൽ ക്രിസ്തു സ്നാനം ചെയ്തതും വെള്ളത്തിലൂടെയാണ്. ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. Deus omnipotens nos a peccatis purificet, et per huius Eucharistiae celebrationem dignius മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തനായി sui participes സഭയെ തന്റെ മേൽ പണിയാൻ ക്രിസ്തു തെരഞ്ഞെടുത്ത പത്രോസിന്റെ
പിൻഗാമിയായി താൻ ഈ പദവിയിലേക്ക് എത്തുമ്പോൾ ദൈവികമായ അനുഗ്രഹം ഇപ്പോൾ തന്റെ മേൽ ഉണ്ടാകണമേ എന്ന് ലെയോ 14 പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഭാഗങ്ങൾ. സഭയുടെ ഐക്യത്തിനും വിശ്വാസികളുടെ സംസർഗത്തിനും വിശ്വാസത്തിന്റെ പരിപോഷണത്തിനുമായി എപ്പോഴും അവർക്ക് ആ നിലയിൽ ഊർജം പകരുവാൻ തനിക്ക് കഴിയട്ടെ, അതിനുള്ള അനുഗ്രഹം തന്റെ മേൽ ഉണ്ടാകണമേ എന്ന് ഉള്ള പ്രാർത്ഥനകളുടെ ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. വിശുദ്ധ കുർബാനയുടെ ഗ്ലോറിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മാലാഖമാരുടെ ഒരു സ്തുതിഗീതത്തിന്റെ, അതായത് പ്രധാനപ്പെട്ട ആഘോഷമായ വിശുദ്ധ കുർബാനകളിൽ ഉപയോഗിക്കുന്ന ലത്തീൻ ഭാഷയിലുള്ള ഗീതമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ റീഡിങ്, അതായത് ലിറ്റററി ഓഫ് ദ വേർഡ്, സുവിശേഷവും മറ്റ് ഭാഗങ്ങളും വായിക്കുന്നത്. ആ വായനയ്ക്ക് ശേഷമാണ് ഈ പാലിയം, മോതിരം, പ്രത്യേകമായ ഒരു പ്രാർത്ഥന, ഇത് മൂന്നും ഉള്ളത്. ഇത് മൂന്നും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ഓരോ കർദിനാളന്മാരായിരിക്കും അത് നിർവഹിക്കുന്നത്. ഈ ഗീതം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ മാർപ്പാപ്പ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തും. വിശുദ്ധ പത്രോസിന്റെ മേൽ ദൈവികമായി പണിയപ്പെട്ട സഭയെ മറ്റ് അപ്പോസ്തലന്മാരോട് ചേർന്ന് പത്രോസിന് അത് നയിക്കുവാനുള്ള ദൗത്യം കൊടുത്ത ദൈവം അതേ കൃപയിൽ ലോകത്തിൽ തന്റെ സഭയെ നയിക്കുവാനായിട്ടുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. Deus qui providentiae Tue consilio super beatum Petrum ceteris apostolis prepositum ecclesiam Tuam edificari voluisti nominum nostrum Iesum Christum filium Tuum qui tecum പിൻഗാമിയായി തന്നെ തെരഞ്ഞെടുത്തതിനെ കുറിച്ചാണ് ഈ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്നത്. per omnia സഭയുടെ ഐക്യത്തിന് വേണ്ടി മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ വിവിധ വായനകളിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ നിയമത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ് ഇപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. De los hechos de los apóstoles. En aquellos días, lleno de Espíritu Santo, നിറഞ്ഞ പത്രോസ് പറയുന്ന ഭാഗമാണ്. വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ആ കല്ലാണ് ക്രിസ്തു എന്ന് പറയുന്ന ഭാഗമാണ്. a quien vosotros crucificasteis y a quien Dios resucitó de entre los muertos. Por este nombre se presenta este sano ante vosotros. Otro nombre por el que debamos salvarnos. ഇനിയും 117-ാം സങ്കീർത്തനമാണ് പ്രതിവചന സങ്കീർത്തനമായിട്ട് ഗാനം രൂപത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്.
കണ്ണുകൾക്ക് ആനന്ദമായ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. യു ആർ മൈ ഗോഡ്, ഐ പ്രൈസ് യു മൈ ഗോഡ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് 117. ഇനിയുള്ളത് സുവിശേഷ വായനയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വായനാഭാഗമാണിത്. പത്രോസിനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് പത്രോസിന് തന്റെ ജനത്തെ നയിക്കുവാനുള്ള പ്രത്യേക അധികാരം യേശു നൽകുന്ന ഭാഗമാണ് ഇത്. ഉദ്ധതനായ യേശു പ്രത്യക്ഷനായി നൽകുന്ന ഈ ഒരു ഭാഗം ലോകത്ത് പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരുടെയും ശ്ലൈഹിക ശുശ്രൂഷയുടെ പ്രാധാന്യം എടുത്തു പറയുന്നത് ആണ്. വ്യവസ്ഥ ഒന്ന് മാത്രം, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന്റെ ആ ശരിയായ ഉത്തരം മാത്രമാണ് ഈ ഒരു ദൗത്യ നിർവഹണത്തിന് മുൻപോട്ട് വെക്കുന്ന വ്യവസ്ഥ. ഭാഗങ്ങൾക്ക് ശേഷമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാന ചിഹ്നങ്ങൾ അണിയിക്കുന്ന ചടങ്ങ്. നേരത്തെ സുവിശേഷമായി Cum manifestas et se Iesus discipulis suis, et frandis et cum eis, dicit Simoni Petro, സുവിശേഷ ഭാഗമാണ്, യോഹന്നാന്റെ സുവിശേഷ ഭാഗമാണ്. അത് പത്രോസിനെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോൾ വായിക്കുന്ന ഭാഗത്തിന്റെ മലയാളം ഇങ്ങനെയാണ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസാണ്, അതായത് നീ പാറയാണ്, നിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നുള്ളൊരു വലിയ നിയോഗമാണ് പത്രോസിന് തന്റെ ശ്ലൈഹിക ശുശ്രൂഷയിൽ ലഭിക്കുന്നത്. മറ്റ് ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് ആദിമസഭയിൽ പത്രോസ് ഈ ഒരു ശുശ്രൂഷ നിർവഹിച്ചു. അതിനേക്കാളും പ്രധാനം, പത്രോസ് ഏതുവിധമുള്ള മരണം വരിക്കും എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയോ ആ രേഖപ്പെടുത്തിയ ഭാഗം ഇപ്പോൾ വായിക്കപ്പെടുന്നു. പത്രോസ് അപ്രകാരം മരണത്തിലൂടെ
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയ അതേ ഇടത്താണ് ഇപ്പോൾ ഈ സുവിശേഷം വായിക്കപ്പെടുന്നതും പത്രോസിന്റെ 266 പിൻഗാമി ഈ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഒരു വലിയ അവസരമാണ് വാസ്തവത്തിൽ ഈ ഒരു സ്ഥാനാരോഹണം കാണുന്നതിലൂടെ ലഭിക്കുന്നത്. അതായത് 12 ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസിന്റെ സ്ഥാനം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ്. അത് ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. 12 അപ്പോസ്തലന്മാരിൽ പത്രോസിനുള്ള ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുപോലെ പത്രോസിന്റെ സ്ഥാനം ശ്ലീഹന്മാരുടെ ഇടയിൽ വളരെ സവിശേഷമായ ഒന്നാണ്. ദൈവികമായി പത്രോസിന് ലഭിച്ച ഒരു നിയോഗമാണ്. ആ ഒരു നിയോഗത്തിന്റെ തുടർച്ചയാണ് പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിലൂടെ സാർവത്രിക സഭയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ സുവിശേഷ വായനയും കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് പ്രധാന ചടങ്ങുകൾ. വളരെ കർദിനാളന്മാരുടെ 3 പ്രതിനിധികൾ എത്തി പാനീയവും മുക്കുവന്റെ മോതിരവും ഒക്കെ അദ്ദേഹത്തെ അണിയിക്കുന്ന പ്രധാന. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് കാർഡിനൽ ബിഷപ്പിന്റെ ചുമതലയിലുള്ള ഒരു കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടി, അദ്ദേഹമാണ് ആദ്യം പാലിയം ഡൊമിനിക് മാമ്പർട്ടിയാണ് പാലിയം ധരിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കർദിനാൾ തെരഞ്ഞെടുപ്പ് കർദിനാൾ ടാഗ്ലയാണ് മോതിരം അണിയിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കർദിനാളാണ് പ്രത്യേകമായി പ്രാർത്ഥന നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കർദിനാൾ ഫ്രിഡോലിൻ അംബോഗിൻ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള കോങ്കോയിൽ നിന്നുള്ള കർദിനാളാണ്. ആദ്യത്തെ പാലിയം അണിയിക്കുന്ന കർദിനാൾ. അദ്ദേഹം മൊറോക്കോയിൽ ജനിച്ചതാണ്, പിന്നീട് ഫ്രാൻസിലേക്ക് കുടിയേറിയ ആളാണ്. അദ്ദേഹമായിരുന്നു അബേനൂസ് പാപ്പാൻ പ്രഖ്യാപിച്ചത്. Qui eduxit de mortuis pastorem magnum ovium Dominum nostrum Iesum Christum ipse tibi എന്ന വലിയ ഇടയനെ ഓർമ്മിപ്പിക്കുന്ന quod ab apostoli പാലിയം അദ്ദേഹത്തിന്റെ sumsimus പത്രോസിന്റെ പിൻഗാമിയുടെ ഇടയ ശുശ്രൂഷയിലെ സഭ പ്രതീക്ഷിക്കുന്ന നേതൃത്വത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പാലിയം അണിയിക്കൽ. Petro succedis in episcopatu uius ecclesiae quam ille വിശുദ്ധ പത്രോസിന്റെ കബറിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പാനീയം Spiritus Veritatis സഭയുടെ quies Patre കുഞ്ഞാടുകളെ നയിക്കുന്നതിന് proverem സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയും പ്രഖ്യാപനവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ministerio റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ കൂടിയാണ് മാർപ്പാപ്പ ലോകത്തിന്റെ മുഴുവൻ മെത്രാൻ എന്ന നിലയിൽ ഈ പാലിയം സ്വീകരിക്കുന്നത്. വൈ ആകൃതിയിലാണ് ഈ പാലിയം തുന്നപ്പെട്ടിരിക്കുന്നത്. ചെമ്മരിയാടിന്റെ രോമത്താലാണ് ഇത് തുന്നപ്പെട്ടിരിക്കുന്നത്. ഇതില് കറുത്ത നിറത്തിലുള്ള കുരിശുകളുണ്ട്. 3 ചെറിയ പിന്നുകളിലാണ് അത് അംശവസ്ത്രത്തിൽ ധരിപ്പിക്കുന്നത്. അത് യേശുവിന്റെ ശരീരത്തിൽ തറയ്ക്കപ്പെട്ട 3 ആണികളുടെ പ്രതീകം എന്നുകൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കിൻഷാസയിലെ ആർച്ച് ബിഷപ്പ് Oremus Deus കർദിനാൾ ഫ്രിദോലിൻ ആംബിംഗോ ബെസുഗു കോങ്കോയിൽ നിന്നുള്ള കർദിനാളാണ് ഇപ്പോൾ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥിക്കുന്നത്. ഇനി 3ാമത്തെ കർദിനാളാണ് പ്രധാന സ്ഥാനചിഹ്നമായ മുക്കുവന്റെ മോതിരം അണിയിക്കുന്നത്. റോമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുസംഘത്തിന്റെ അധ്യക്ഷൻ Beatissime Pater Episcopus et Pastor കർദിനാൾ അന്റോണിയോ ലൂയിസ് താഗ്ലെ Christus Filius പ്രാർത്ഥന നടത്തി qui super പ്രധാനപ്പെട്ട സ്ഥാനചിഹ്നമായ മോതിരം, ipse tibi വലിയ മുക്കുവന്റെ മോതിരം വിരലിൽ അണിയിക്കുകയാണ്. sigillum ഐക്യത്തോടെ സാഹോദര്യത്തോടെ ഈ ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുക്കുവന്റെ മോതിരം അണിയിക്കുന്നത്. കേരളത്തിലും വന്നിട്ടുണ്ട്. ഒരു പേപ്പസിയുടെ തുടക്കവും ഒടുക്കവും ഈ മോതിരത്താൽ
അടയാളപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം. മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ കീഴ്വഴക്കം. ഇനി ലോകം കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗത്തിലേക്കുള്ള നമ്മൾ പതുക്കെ അടുക്കുകയാണ്. ജോബി, അതിനു മുമ്പ് 12 പേര് മാർപ്പാപ്പയ്ക്ക് സഭയുടെ വ്യത്യസ്ത സമൂഹങ്ങളെ പ്രതിനിധാനം ചെയ്ത് അനുസരണം വാഗ്ദാനം ചെയ്യുന്ന ഒരു ശുശ്രൂഷ. റൈറ്റ് ഓഫ് ഒബീഡിയൻസ് അങ്ങനെയാണ് വത്തിക്കാൻ ഈ ചടങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. പ്രതീകാത്മകമായ ചടങ്ങാണ്. മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാൻ വേണ്ടി 12 ആളുകൾ. ഓർഡറിൽ നിന്നുള്ള കർദിനാൾമാർ ആദ്യം, പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ വിവാഹിതരായ ആളുകളുണ്ട്, ഒരു ബാലൻ, ബാലിക, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള, ഓരോ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആളുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിന്റെ സമയത്ത് കോളേജ് ഓഫ് കാർഡിനൽസ്, കർദിനാൾ തിരുസംഘത്തിൽ നിന്നുള്ള ആളുകളിലേക്ക് അത് പരിമിതപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് കർദിനാൾ തിരുസംഘത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെ എത്തി പോപ്പിനോടുള്ള വിധേയത്വവും അനുസരണവും പ്രഖ്യാപിക്കുന്നതാണ് അന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഇത്തവണ കർദിനാൾമാർക്ക് പുറമെ ദൈവജനത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിലാണ് 12 പേരെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിശ്വാസികൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസികൾ ഈ സമയം അവർ ആലപിക്കുന്നത് അങ്ങ് പത്രോസാണ്, യു ആർ പീറ്റർ ആൻഡ് ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്നുള്ള വരികളാണ്. വളരെ മൂവിംഗ് ആയുള്ള നിലയിലാണ് ഇപ്പോൾ അവർ അതിന് മറുപടിയായി. ലോകം കാത്തിരിക്കുന്ന പ്രഭാഷണമാണ് ലയോ 14 മാർപ്പാപ്പ ഈ ദിവ്യബലിയുടെ ഭാഗമായി നൽകുന്ന പ്രഭാഷണം. മാർപ്പാപ്പയുടെ ഏത് നിലയിലായി വ്യക്തമാകുന്ന വാക്കുകൾ. Dissente autorità, membri del corpo diplomatico. Un saluto ai pellegrini venuti in occasione del giubileo dei confraternite. Fratelli e sorelle, saluto tutti voi con il cuore colmo di gratitudine all'inizio del ministero che mi è stato ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ നിങ്ങളെല്ലാവരെയും സഹോദരി സഹോദരന്മാരെ നന്ദി പറയുന്നു എന്നുള്ളതാണ് ആദ്യം പോപ്പ് പറയുന്നത്. finché non riposa in te. In questi ultimi giorni abbiamo vissuto un tempo particolarmente intenso. La morte di Papa Francesco ha riempito di tristezza il nostro cuore e lo custodisce come un pastore il suo gregge. In questo spirito di fede il Collegio dei Cardinali si è riunito per il conclave
arrivato നമ്മൾ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയത്. വൈകാരികമായി ഒരുപാട് abbiamo posto nelle mani ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം നമ്മളെ എല്ലാം വേദനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുശേഷം നമുക്ക് വ്യക്തമാകുന്നത് ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള അവന്റെ ഉറപ്പാണ് നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹം കോൺക്ലേവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒരു നല്ല ഇടയന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കോൺക്ലേവിലേക്ക് കടന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. dalla vostra preghiera abbiamo വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലും സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾ ദൈവകരങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാണ് പത്രോസിന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കോൺക്ലേവിലേക്ക് പോയത്. അതേസമയം തന്നെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയും ഭാവിയിലെ sono stato വെല്ലുവിളികളും ആശങ്കകളും ചോദ്യങ്ങൾക്കും മറുപടി നൽകുക എന്നത് കൂടിയായിരുന്നു ആ കോൺക്ലേവിന്റെ ഉദ്ദേശം. തിരഞ്ഞെടുക്കപ്പെട്ടത് എന്റെ എന്തെങ്കിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ദൈവഹിതമായിരുന്നു അദ്ദേഹം പറയുന്നു. ഒരു സംഗീതോപകരണത്തിലെ വിവിധ തന്ത്രികൾ എങ്ങനെ ഒരു സുന്ദരമായ സംഗീതം പുറപ്പെടുവിക്കുന്നു, അതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. camminando ഞാൻ ഭയത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സഹോദരനായാണ് വരുന്നത്. നിങ്ങളുടെ സേവകനായി ഇരുപ്പാൻ, നിങ്ങളുടെ സന്തോഷത്തിലും വിശ്വാസത്തിലും നിങ്ങളുടെ സേവകനായി ഇരുപ്പാൻ, ദൈവത്തിലേക്കുള്ള സ്നേഹത്തിന്റെ പാതയിൽ നിങ്ങൾക്കൊപ്പം നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാം. ലവ് ആൻഡ് യൂണിറ്റി മാർപ്പാപ്പ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഡൈമെൻഷൻസ് ആയി പറയുന്നത് ലവ് ആൻഡ് യൂണിറ്റി. പത്രോസിലൂടെ തന്നെ യേശു ഏൽപ്പിക്കുന്നത് ഈ രണ്ട് ദൗത്യങ്ങളാണ്, സ്നേഹവും ഐക്യവും എന്നുള്ളതാണ് ഇപ്പോൾ ലിയോ പറയുന്നത്. ലിയോ 14. passando sulla riva di quel ma si tratta sempre e solo di amare come ha fatto Gesù. അധികമായി സ്നേഹിക്കുക എന്ന നിയോഗമാണ് പത്രോസിനെ ഏൽപ്പിച്ചിരുന്നത്. തന്റെ ജീവിതം തന്നെ ആടുകൾക്ക് വേണ്ടി നൽകുക എന്നതായിരുന്നു പത്രോസിന് മേൽ ഉണ്ടായിരുന്ന നിയോഗം. സ്വയം ത്യജിക്കുന്ന സ്നേഹമാണ് പത്രോസിനെ വ്യത്യസ്തനാക്കിയത്. Di tutti coloro che sono in concordia con i fratelli. സഹോദരനുമായും അയൽക്കാരനുമായും സാഹോദര്യത്തിലും സൗഹൃദത്തിലും കഴിയുന്ന ആളുകളാണ് സഭയിൽ ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ ചേരുന്നതാണ് സഭ എന്ന അഗസ്തീന്റെ വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുന്നത്. സഭയുടെ Ancora troppa discordia. ഐക്യത്തെ കുറിച്ച്, ഐക്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം പറയുക. causate dal ായി ഒതുങ്ങുന്നതല്ല, മറ്റൊന്നിനേക്കാൾ മേധാവിത്വമുണ്ട്, സുപ്പീരിയർ ആണ് എന്ന് കരുതുന്നതല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടത് എന്ന ബോധ്യമുണ്ടാകണം. ആ മിഷണറി സ്പിരിറ്റാണ് നമ്മളെ ഒരുമിപ്പിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. religiosa di ogni popolo. Fratelli, sorelle, questa അത് സാധ്യമാകണമെങ്കിൽ മറ്റുള്ളവരിലെ വ്യത്യാസത്തെ ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് മറ്റുള്ളവരുടെ സാമൂഹ്യവും ആത്മീയവുമായ സംസ്കാരങ്ങളെ, മൂല്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളെ ഇല്ലാതാക്കാനല്ല, മറിച്ച് മറ്റുള്ളവരിലെ പ്രത്യേകതകളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറയും. സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ദൈവസ്നേഹമാണ് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്റെ മുൻഗാമിയായ ലിയോ 13 എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ 13 മാർപ്പാപ്പയും അദ്ദേഹത്തിന്റെ ദർശനത്തെയും ലിയോ 14 ഓർമ്മിപ്പിക്കുന്നു. che apre le braccia al mondo, che annuncia la parola, che si സുവിശേഷത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും സഹോദരനും സഹോദരിയുമാക്കുന്ന ദൈവസ്നേഹമാണ്. ഇത് സ്നേഹത്തിന്റെ സമയമാണ്. ദിസ് ഇസ് ദ അവർ ഓഫ് ലവ് എന്നാണ് ഇപ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് നടക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, പരസ്പരം സ്നേഹിക്കാം, ദൈവത്തിലേക്ക് നടക്കാം, സമാധാനമുള്ള ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കാം.